മംദാനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ കരഘോഷം ഉയർന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനാണ് മംദാനി. ഇന്ന് വൈറ്റ് ഹൌസിലേക്ക് മംദാനി എത്തി. വലിയ കൗതുകമായിരുന്നു മനസ്സിൽ. ഡൊണാൾഡ് ട്രംപ് എങ്ങനെയായിരിക്കും നിയുക്ത ന്യൂയോർക്ക് മേയറിനെ സ്വീകരിക്കുക എന്നറിയാൻ. പലരുടെയും മനസ്സിൽ പണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഓവൽ ഓഫീസിലേക്ക് എത്തിയ ദിവസമൊക്കെ മിന്നി മറിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് ട്രംപ് മംദാനിയെ വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപിനെ മംദാനി വിളിച്ചത് സ്വേച്ഛാധിപതിയെന്നും. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്കായി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പത്രസമ്മേളനത്തിലെ ഏറ്റവും രസമുള്ള കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ട്രംപ് ഫാസിസ്റ്റ് ആണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ മംദാനിയോട് ചോദിക്കുന്നു. അതിന് മറുപടി നൽകിയത് ട്രംപാണ് വളരെ കൂളായി. He asked about your comment calling the president a fascist, and your answer was, both President Trump and I have been clear about our positions and our views. Are you affirming that you think President Trump is a fascist? I've spoken about... That's okay. You can just say yes. Okay. All right. Okay. It's easier. It's easier than explaining it. മംദാനി മേയറായാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് തടയുമെന്ന് പറഞ്ഞ ട്രംപ് ഇന്ന് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. I want to congratulate. I think you're going to have hopefully a really great mayor. The better he does, the happier I am. I will say there's no difference in party. There's no difference in anything. And we're going to be helping him to make everybody's dream come true, having a strong and very safe New York. And congratulations, Mr. Mayor. Thank you, Mr. President. Thank you. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മംദാനിയെ നാട് കടത്തുമെന്ന് പറഞ്ഞ് അതേ ട്രംപാണ് മംദാനിയുടെ ജയമാണ് എന്റെ സന്തോഷം എന്നതായി ഇപ്പോൾ പറഞ്ഞത്. എന്തായിരിക്കും ട്രംപിന്റെ ഈ മനം മാറ്റത്തിന് കാരണം? ന്യൂയോർക്ക് പോലെ ഒരു വലിയ നഗരത്തിന്റെ മേയറെ പിണക്കേണ്ട എന്ന തീരുമാനമാണോ? ന്യൂയോർക്ക് അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. കൈവിട്ട് കളയേണ്ട എന്ന ബുദ്ധിയാണോ? മറുഭാഗത്ത് മംദാനിയാണെങ്കിൽ തന്റെ നഗരത്തിന് വേണ്ടത് നേടിയെടുക്കാനുള്ള പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്ന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, മറ്റൊന്ന് ഒരു നഗരത്തിന്റെ മേയറും. ആ മേയർ ആ പ്രസിഡന്റിനെ ഫാസിസ്റ്റ് എന്ന് വീണ്ടും മുന്നിൽ വെച്ച് വിളിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?